നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. എനിക്കായി ശകലം തിരക്കുണ്ട്. അത് പറയാൻ ഇത്രയും ദൂരം വരണ്ടായിരുന്നു. അതല്ല, നിങ്ങളോട് ആ കുലുക്കൻ പോത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? പല്ലെടുക്കാനാണെന്നൊക്കെ പറയുന്നത് കേട്ടു. തിരക്കു കാരണം ശ്രദ്ധിച്ചില്ല. പല്ലെടുക്കാനോ? കുലുക്കൻ പോത്താണോ പറഞ്ഞത്? ഏയ്, അങ്ങേര് കരച്ചിലോട് കരച്ചിലല്ലേ. പറഞ്ഞയാളുടെ പേരറിയില്ല. ഓ, കരച്ചിലാണല്ലേ. അപ്പോൾ പല്ലുവേദന കാണും. പല്ലുവേദന കാണുമോ കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പോട്ടെ, തിരക്കുണ്ട്. ആ, നെല്ല് നെല്ല്, എത്ര പല്ലെടുക്കാനുണ്ട്? അതൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ പോട്ടെ, നൂറുകൂട്ടം പണിയുണ്ട്. കവിളത്ത് നീരുണ്ടോ? പല്ലുവേദന വന്നാൽ നീര് വരാറുണ്ട്. കവിളത്തു കണ്ണുനീരുണ്ട്, വേറെ നീരൊന്നും കണ്ടില്ല. പറഞ്ഞു നിൽക്കാൻ നേരമില്ല. ഞാൻ പോട്ടെ. ചേടാ, ഇവനൊക്കെ ഇത്രയും തിരക്കും. ഇത്രയും വിവരങ്ങൾ ചോദിച്ചത് നന്നായി. വൈദ്യരോട് വിശദമായി പറയാമല്ലോ. ഞാൻ അല്പം തിരക്കില. ഒരു കാര്യം ചെയ്യ്, ഈ കല്ലുകൊണ്ട് പതുക്കെ ഒന്നിടിച്ചാൽ പല്ലു പോരും. അത് കഴിഞ്ഞ് ഈ മരുന്ന് കൊടുക്കണം, വേദന മാറും. കുലുക്കൻ പോത്ത് പറഞ്ഞതുപോലെ കരച്ചിലൊന്നും ഇല്ലല്ലോ. ദുഃഖമൊക്കെ ഉള്ളിലൊതുക്കുന്നതായിരിക്കും, പാവം. അയ്യോ, അല്ല, ബോധം കെട്ട് കിടപ്പാ. വേദന സഹിക്കാതെ ബോധം കെട്ടു പോയതാ. മുമ്പിലെ പല്ലായിരിക്കും എടുക്കാനുള്ളത്. ഷേരു, കല്ലുതാ, ഇടിക്കട്ടെ. അടുത്ത പല്ല് ഞാൻ എടുക്കാം. എന്റെ കാട്ടുമുത്തപ്പാ. സൂത്ര, ഇങ്ങർക്ക് ബോധം വീണു തുടങ്ങി. ആരാ? എന്തു വേണം? പല്ലെടുക്കാൻ വന്നതാ. അയ്യോ, പല്ലെടുക്കാൻ പറഞ്ഞത് അങ്ങേരല്ല, ഞാനാ. എൻ്റെ അനിയൻ്റെ പല്ലാ എടുക്കേണ്ടത്. ഏ, കുലുക്കൻ പോത്തിൻ്റെ അടുത്ത് വരാനാണല്ലോ ആ കിളി പറഞ്ഞത്. അതും ശരിയാ. അനിയൻ അങ്ങേരെ ഒന്ന് കടിച്ചതാ, പിന്നെ പല്ല് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. മൂപ്പര് വിഷം കാരണം ബോധം കെട്ടതാ.